നിലവിലുള്ള തസ്തികകളിൽ നിയമനം നടത്താത്തതും രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി തസ്തികകൾ സൃഷ്ടിക്കാത്തതുമാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം നേരിടുന്ന പ്രധാന പ്രശ്നം. 1961 സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. കൂടുതൽ തസ്തിക അനുവദിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയരുന്നുണ്ടെങ്കിലും നടന്നിട്ടില്ല. മീഡിയ 1 പരമ്പര തുടരുന്നു. നട്ടം തിരിഞ്ഞ് കുതിരവട്ടം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ളത് 453 അന്തേവാസികൾ. ഏപ്രിൽ വരെ ഇവിടെയുണ്ടായിരുന്നത് 4 സുരക്ഷാ ജീവനക്കാർ മാത്രം. ഹൈക്കോടതി ഇടപെട്ടതിനു ശേഷം 4 സുരക്ഷാ ജീവനക്കാരെ കൂടി കുതിരവട്ടത്ത് നിയമിച്ചു. പക്ഷേ 20 പേർ വേണ്ടിടത്ത് ഇപ്പോഴും ജോലി ചെയ്യുന്നത് 8 പേർ മാത്രം. സുരക്ഷാ വീഴ്ച തുടർക്കഥയാവുകയും ചെയ്യുന്നു. നിലവിൽ 158 അന്തേവാസികൾ വനിതകളാണ്. ഇവർക്കായുള്ളത് 2 സെക്യൂരിറ്റി ജീവനക്കാർ മാത്രം. സുരക്ഷാ ജീവനക്കാരുടെ മൊത്തം ചുമതലയുള്ള സർജൻ പോസ്റ്റും ഒഴിഞ്ഞുകിടക്കുന്നു. ഈ 8 പേർ ഷിഫ്റ്റായി ചെയ്യുമ്പോൾ ഒരാൾ 24 മണിക്കൂർ, അതായത് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. 154 പേര് സ്ത്രീകളാണ്. നിലവിൽ 2 വാർഡർമാരുണ്ട്. ആ 2 വാർഡർമാർ തന്നെ കഴിഞ്ഞ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെയും ഹൈക്കോടതിയുടെയൊക്കെ ഇടപെടൽ മൂലമാണ് താൽക്കാലിക പോസ്റ്റിൽ വെച്ചിട്ടുള്ളത്. ആ 2 പേരെ വെച്ചിട്ടാണ് ഈ 154 പേരായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. പാചകത്തൊഴിലാളികളുടെ 6 തസ്തികയിൽ ആളില്ല. ഒഴിവുണ്ടായിരുന്ന 8 നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ തസ്തികയിൽ ഇന്നലെ താൽക്കാലിക നിയമനം നടത്തി. ഇപ്പോഴുള്ള തസ്തികകൾ തന്നെ പഴയ സ്റ്റാഫ് പാറ്റേൺ ആണ്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.